ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതന്നെയാണ് എപ്പോഴും ഡയലോഗ് അടിക്കൽ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ എൻ്റെ ചേച്ചീൻ്റെ പൊന്നൂൻ്റെ ആനിവേഴ്സറിയാണ് വരുന്നതെന്നല്ല, ഇന്ന് ആനിവേഴ്സറിയാണ്. അപ്പം 13ാമത്തെ ആനിവേഴ്സറിയാണ് കേട്ടോ. 13ാമത്തെ എന്താ ചെയ്യുക, 13 വർഷമായി. ഞാൻ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലിട്ട് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അത് ഏട്ട മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അമ്പളൂനെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 6 ആയിട്ടുണ്ട് കറക്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണമല്ലോ. ഞാനും ഏട്ടനും കൂടി ഏട്ടനും ചേച്ചിക്കും ഒരു ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഒരായിട്ട് അവർക്ക് സർപ്രൈസ് ഒന്നും കൊടുക്കല്ലേ, ഇനി കണ്ടു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളൊരിതിലാണ്. അപ്പം മെയ് 18 അമ്പടു ഇവിടെ ഉണ്ട് കേട്ടോ. മെയ് 18 തീയതി, ഇനി അതുപോലെ മെയ് 21 തീയതി നമുക്കൊരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അതുള്ളൂ. പിന്നെന്താ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനിവേഴ്സറീൻ്റെ വ്ളോഗ്. അപ്പം നമ്മളിന്ന് എന്താണ് കുറേ ആയിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ടായി ഭയങ്കര ബുദ്ധിമുട്ട്, എന്തൊക്കെയൊക്കെയോ പറയണ പോലെ തോന്നുക. അപ്പം അമ്മയും അച്ഛനും വരുന്നുണ്ട്, അമ്മു അവരൊക്കെ വരുന്നുണ്ട്, അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോവാണ്. സ്കൂൾ തുറക്കാനായില്ലേ, അപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വീട്ടിലേക്ക് പോവാണ്. അപ്പം ഏട്ടനാണെങ്കിൽ അവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഏട്ടനാക്കി കൊടുക്കാൻ പറ്റില്ല, ഏട്ടൻ ഓട്ടോ വിളിച്ചാൽ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചോന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളെന്ത് ചെയ്ത് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനോട് 7 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് മാറ്റിക്ക് അവളോട് പറയാം. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആ സർപ്രൈസായിട്ട് ചെന്നിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യാം, അവിടുന്ന് ഏട്ടനെ വിളിച്ച് കല്യാണ വീട്ടിൽ നിന്ന് ഏട്ടനെ വിളിച്ച് വരുത്തിയിട്ട് ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യൽ, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. നല്ലൊരു സർപ്രൈസ് നമ്മൾ കൊടുക്കണമല്ലോ, അത്രേ ഉള്ളൂ. ലംബടു നമ്മളെങ്ങോട്ടാ പോണേ? ചേച്ചിമ്മേൻ്റെ വീട്ടിലേക്ക്. ഓൻ അച്ചപ്പൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ഇഷ്ടം. ഇപ്പോൾ അച്ചപ്പൻ്റെ വീട് എന്ന് പറയും. അമ്മയ്ക്കൊരുമ്മ എന്നാ, അമ്മയ്ക്ക് നാക്കണേ. ഹാപ്പി ആനിവേഴ്സറി പറയണേ. അതൊക്കെ അവിടെ കേട്ടുന്നു, ഫേമസിൽ കാണാനൊക്കെ. എന്താ അമ്മ ഷോക്ക് അടിച്ചിരിക്കണേ? മൂഞ്ചിയില്ലേ? മൂഞ്ചി കിച്ചു മോനെ. ഹായ്. അതൊരു കാണിച്ചു കൊടുക്കേ.
നമ്മൾ മൂഞ്ചി പോയി അച്ഛൻ ഇവിടെ ഇല്ല. അതെ അതെ കുഴപ്പമില്ല, 1.5 മണിക്കൂർ കൊണ്ട് എത്തൂലേ. ഉണ്ടോ ചേച്ചി വെച്ചപ്പോഴേ ഉച്ചക്ക് കേക്ക് എന്താ തോന്നിയത്? എന്താ പറയാനുള്ളത്? ഒന്നും പറഞ്ഞില്ല. ഏച്ചിടാ എന്താ പറയാനുള്ളത്? ഇപ്പൊ പറയാനില്ല, വിചാരിച്ചിട്ടില്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു എവിടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു അവിടെ കൊണ്ടുപോയി കൊടുത്തിഞ്ഞ് വേണ്ടേ. ഇന്നത്തെ സാധനം പറയാൻ നമ്മളപ്പോ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗൈസ് ഇപ്പൊ സമയം 8:15 അപ്പൊ നമ്മള് ഇനി 9 മണി വരെയൊക്കെ കാത്തുക്കേണ്ടി വരും എന്തായാലും. ഇനി അച്ഛൻ വണ്ടിയായിട്ട് കേടുന്ന ഓട്ടോറിക്ഷ കൊണ്ട് പേരിട്ട് അതാവുന്നു. അംഗനവാടി ഞാൻ സത്യം പറയാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല അപ്പൊ ഞങ്ങള് വണ്ടീനെ വരണേട്ടാ ഈ അപ്പൊ ലച്ചു പറയണേ 2 കാറാ തോന്നുന്നുണ്ട് അമ്മ വരുന്നത്. വരുമ്പോ കയ്യിൽ കേറാന്ന് പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞ എല്ലാ അമ്മച്ചനും ബാക്കിൽ വേറൊരു വണ്ടിയായിരുന്നു. അല്ല ഞങ്ങളാ മുന്നിൽ ഫസ്റ്റ് വന്നത്, അതിന്റെ ബാക്കില് അച്ഛേട്ടപ്പോ പറഞ്ഞേ ഇവര് ഡ്രസ് വാങ്ങി വന്ന് ഞങ്ങള് കേക്ക് വാങ്ങി വന്നേ. പിന്നെ സർപ്രൈസിൽ അമ്മ എന്താ ക്ലൂ ഉണ്ടാവുക? അമ്മ പറയ്. അമ്മ വീഡിയോ ഓൺ ആക്കി അപ്പൊ എങ്ങനെയാ? അംഗനവാടിത്തെ എന്താ വൈഫൈ കാണിച്ചല്ല. ചേട്ടാ കണ്ണീരെല്ലാം അവളല്ല കട്ടത്, കടലല്ല കട്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. കീറി നോടിയിരിക്കുക ഗൈസ്. എന്തല്ലേ ചൊയ്യ ഞങ്ങൾ വരണുണ്ടപ്പോ എന്താ വിചാരിച്ചത്? പേടിച്ചാ? അല്ല ഞങ്ങൾ ആരാ, അമ്മമ്മയും അമ്മച്ചൻ തന്നെയാണെന്ന് വിചാരിച്ചാ? ഞങ്ങൾ സർപ്രൈസ് തരാൻ വരണമെന്ന് വിചാരിച്ചാ? അന്ന് പോലും വിചാരിച്ചില്ല. കിച്ചു എന്താ വിചാരിച്ചേ? കിച്ചു ഞങ്ങള് അച്ഛപ്പന്ന് അമ്മച്ചനും അമ്മമ്മയും വരണുണ്ടപ്പോ എന്താ വിചാരിച്ചേ? പ്രേതായച്ചാ? ഇവിടെ അങ്ങനെ നിക്കണല്ലോ അവനെ. സർപ്രൈസ് ഗിഫ്റ്റ് ബലൂണൊക്കെ വെച്ചിട്ടുണ്ട്. ആനിവേഴ്സറി ചെയ്യണമെന്ന് വെച്ചു, പക്ഷെ ആനിവേഴ്സറി എഴുതിയതല്ലേ അത് കിട്ടാല്ലോ. അപ്പൊ പിന്നെ ബലൂൺ വെറുതെ ഇതാക്കണ്ടല്ലോ. നിങ്ങൾക്കല്ല ബലൂണില്ല, ബലൂണ് കിട്ടിയിട്ട് കാര്യമില്ല. എന്റെ ആനിവേഴ്സറി ഇത് പറ്റി പൊട്ടിക്കുന്നു പറഞ്ഞു. പാർട്ടി പേപ്പർ. അമ്മ ഇല്ലണ്ടാ അമ്മൂനിപ്പോ കണ്ടകശിനി പോകാനമ്മ ഒരു 4-5 മാസമായിട്ട്. എന്റെ പറ്റി കുട്ടിക്ക് ഇവിടെ ഉണ്ടോ? സോറി എന്റെ മോനെ ചേച്ചിന്റെ ഐലിയാണോ? ചേച്ചിന്റെ പറഞ്ഞൊക്കെ ശരിയാണ്. എന്താണ് ലഭിച്ചതിനാൽ ആശ്വാസമാകും. അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ഈ സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. സന്ധി പറഞ്ഞാ എന്താ അച്ഛാ?
കോംപ്രമൈസ് ചെയ്താല് കോംപ്രമൈസ് ചെയ്താല് സംഭാഷണത്തിൽ വിജയം കൈവരിക്കൂ. കോംപ്രമൈസ് ചെയ്യുന്നതിൽ വിജയം കൈവരിക്കൂ. അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിച്ചതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. സംഭവം ശരിയല്ലേ? അങ്ങനെ പറഞ്ഞ അഭിപ്രായ ചേച്ചി വലിയ പൊട്ടി തുറന്ന് പറയില്ല ആരോടായാലും. അപ്പൊ ആത്മാർത്ഥമായിട്ടില്ലേ പ്രവർത്തിക്കൂ. ശരിയാ ഗൈസ്. ശരിയാണോ? പക്ഷെ ഇന്റെ ഒന്നും അങ്ങനെ നമ്മളിവിടേക്ക് അയ്യോ മോനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് തീരുമാനമാക്കി ഇവിടേക്ക് വരാം. ഇനിയിപ്പോൾ ഏട്ടൻ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഏട്ടൻ എന്തായാലും വരുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കാറ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് എടുത്ത തീരുമാനം ഇവിടേക്ക് ആക്കി. വേഗം കേക്കും കാര്യങ്ങളൊക്കെ വേഗം സെറ്റാക്കി ഡ്രസ്സൊക്കെ പോയി വാങ്ങിച്ച് ഞാൻ ശരിക്കും എന്താണ് ഇവിടെ വീട്ടിൽ വരാന്നാണ് ചോദിച്ചത്. ഓളിഞ്ഞേറ്റം വിളിച്ചുകൊണ്ട് ആദ്യം ഞാൻ അച്ഛനെ വിളിച്ചേക്കും. അച്ഛൻ പറഞ്ഞു ഞാൻ വരാം, ഞാൻ മീറ്റിങ്ങിനാന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു മീറ്റിംഗ് ഒന്നല്ല ഗൈസ്, ഞങ്ങളവിടെ ഓളെ വെട്ടി എറിഞ്ഞ് കത്തിയാണ് ഗൈസ്. ഒരുപാട് വിളിച്ച് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഇതാക്കുന്ന കേക്ക് മുറിക്കാണ്. അപ്പഴാ ചേച്ചി വിളിച്ചിട്ട് പറയണേ വെല്ലച്ചനെ വെച്ചിട്ട് അച്ഛൻ വരുമോ വിളിക്കാനെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തതിനു ശേഷം മാറ്റി പിടിച്ചു. മാറ്റി പിടിച്ച് വെല്ലച്ചന് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഒരു 7 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു 7 മണി 7:30 ആവുമെന്നറിയാം. ഏട്ടനൊരു കല്യാണമൊക്കെ ഒന്ന് പകുതി കുറച്ചൊരു ഇതായി സെറ്റപ്പായി ഇപ്പൊ ഒന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ വരൂല എന്നൊക്കെ പറയണ്ട വെച്ചിട്ട് അങ്ങനെ ആക്കാൻ വെച്ചു. അപ്പൊ 7 മണി 7:30 ആകുമ്പോഴത്തേന് ഏട്ടൻ ഇങ്ങോട്ട് വന്നോളൂ. മാറ്റിയേക്ക് വേഗം പോണം അതുള്ളതാണ്. പിന്നെ പിന്നെ കാണാൻ പോയപ്പോ എനിക്ക് എന്താ തോന്നി? കാണാതെ ഇനിയിപ്പോ പോണ്ടാന്ന് വെച്ച് നിൽക്കുക. പിന്നെ ലച്ചുണ്ടേമാതിരി പറയണേ അമ്മ ഒരു വണ്ടി വരുന്നുണ്ട് അമ്മച്ചൻ. അപ്പൊ ഇവിടെ ഇരിക്കുന്നു താഴെ. ഞാൻ ഫോണുമ്പോൾ കളിക്കും. ഞാൻ അച്ഛനെ വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ എന്നെ വിളിച്ചിട്ട് അഗീൻ്റെ കൂടി കാർലറ്റ് ആക്കി തരാന്നിട്ട് പറയാൻ വേണ്ടി നിന്നതാണ്. പിന്നെ ലച്ചു പറഞ്ഞാൽ അത് അമ്മച്ചനല്ല വരുന്നത്, അല്ല അതിന് മുന്നേ വേറൊരു വണ്ടി ഉണ്ടല്ലോ. അപ്പോഴാണ് വരുന്നത് ഗൈസ്. സർപ്രൈസ് ആയോള്. അപ്പൊ ഗൈസ് നമ്മളിത് പൊട്ടിക്കുകയാണ്. ഇന്നെ കണിക്ക് നമ്മളെന്താ അറിയാം ഇപ്പൊ കൊടുക്കാൻ വെറുതെ ഇവിടെ ഇരുന്ന് പോസ്റ്റ് അടിക്കുക 1 മണിക്കൂർ. അപ്പൊ ഇത് ഒരു പൊട്ടിച്ചോട്ടെ അങ്ങനെ നടക്കട്ടെ. എന്തായാലും പൊട്ടിക്കാൻ അതന്നെ സംഭവം തന്നെ. കിച്ചു മാറുമ്പോ പൊട്ടിക്കാൻ കണ്ട ഡ്രസ്സ് നോക്കാലോ. എവിടെ അമ്മ ഗൈസ് ഇവിടെ ഒരു ചിരിച്ചൊന്ന് ചാവുന്ന തോന്നുന്നു. ഇതാണ് ഗൈസ് ഡ്രസ്. എന്റെ സിസ്റ്റർ വാങ്ങി തന്നതാണ് ഗൈസ്. കിച്ചു മാറ് കിച്ചു മാറ് വന്നില്ല. ഇതാണ് ഗൈസ് ഡ്രസ്. ഇതാണ് അതിന്റെ പാന്റ്. ഇതാണ് പാന്റ്. എന്താ നമ്മള് ചെയ്യാ? അത് പൊട്ടിക്കാലോ. എന്താ പണി? പോസ്റ്റ് ആയിട്ടാണോ? പോസ്റ്റ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോസ്റ്റ് ആവുന്നുണ്ട് 1 മണിക്കൂർ. പോസ്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കേ ഒന്ന് ഓടാ പത്തേ ഗൈസ് അതിന് ചായ പോയി സ്പെഷ്യൽ. മരം കയറി ഗൈസ് ചായ. എന്താ ചായ? പാൽ ചായ ഗൈസ്. ചേച്ചി വാ. ഞാനുള്ള മാറ്റി. പായസം ഒരാൾക്ക് ഗൈസ് വീഡിയോ എടുക്കണം. പക്ഷെ ഓള് ഫോട്ടോ എടുക്കാൻ ഞാനുണ്ട് ഇന്നെ കൂട്ടില്ല. ഞാനാ ഗൈസ് ഞാനാ. ഹായ് പറ ചേച്ചി പറ എന്തായി വിചാരിച്ചത്?
ഞാനൊന്നും വിചാരിച്ചില്ല. ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നതാണ്. സർപ്രൈസ് ആയിട്ടാണ് ഇവര് വന്നത്. സർപ്രൈസായി ഞങ്ങള് വിചാരിച്ചു രാവിലെയോ. പക്ഷെ ഇത് വർക്ക് ചെയ്തത് വൈകുന്നേരം ഒരു 4:30 മണി ആ ടൈമിൽ അത് വർക്ക് ചെയ്തു. കൊറേ വർക്ക് ചെയ്ത് ലാസ്റ്റ് എത്തിയത് ഇവിടെയാണ്. വള്ളിക്കുന്നിക്ക് വരും. ഞാൻ ആദ്യം ഒരു വട്ടം വിളിച്ചപ്പോ ഇവള് പറഞ്ഞു എന്താണ് ഇങ്ങനെയൊക്കെയാണ് അവള് വൈകുന്നേരം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആരാക്കി തരണം എന്നുള്ള പറഞ്ഞോളൂ. ചിലപ്പോൾ ഓട്ടോറിക്ഷയിലായിരിക്കും ഏട്ടന് കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴേ അങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും കൊടുത്താലോ വെച്ച്. പിന്നെ അങ്ങനെ ഇവർ മാമൻ്റെ അവിടെ പോയപ്പോൾ ഇവർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇന്ന് നമുക്ക് ഇതാക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചപ്പോൾ ഈ പറഞ്ഞ് ഇല്ല, ഈ അമ്മ പറഞ്ഞ ഈ എന്താണ് ഒറ്റയ്ക്ക് വണ്ടിയിലാണ് വരുന്നത്, അച്ഛനോട് കൂട്ടാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഒക്കെ ഫ്ലോപ്പായി, ഒക്കെ നിർത്തി. അതൊന്നും ഉറപ്പിക്കട്ടോ, ഒക്കെ സെറ്റാക്കി ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനുള്ള പ്ലാനിൽ ഇറങ്ങിയതായിരുന്നു. സാധനം വാങ്ങാൻ വരെ വെളിച്ചിലും കൊച്ചും കൂടി ഇറങ്ങിട്ടോ. അപ്പൊ ഉണ്ടോ ഒരാൾ വിളിച്ചിട്ട് ഇല്ല അജീഷത്തെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ വണ്ടിയിലെ വരുന്നു. പിന്നെ ഒക്കെ മാറ്റി പിന്നെയും പ്ലാൻ ചെയ്ത്. അതാണ് ഗൈസ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ എന്താ അറിയോ, എന്താണ് അങ്ങോട്ടേക്ക് ഇല്ല ഇങ്ങോട്ടേക്ക് എന്നാൽ ഒരു കല്യാണത്തിന് പോവാന്നുള്ളത്. നമ്മൾ റീൽസൊക്കെ വന്നിരിക്കട്ടോ, ചൂട് എടുത്തിട്ട്. ഇവിടെ ഫാനൊന്നുമില്ല. അമ്മമ്മ അതവിടെ ഫോൺ കാണുന്നു. റീലെടുത്തു. ഇപ്പൊ സമയത്രയായി? സമയം 8:40 വൈഫൈയുടെ പേരാണ്. ആ വണ്ടി ഞാനോട് പറഞ്ഞില്ലേ ഏട്ടാ വരി, കേക്ക് മുറിച്ചിട്ട് പോവാ. ഗൈസ് പാപ്പൻ ഇതാണ് വെഡിങ് ആനിവേഴ്സറി. അവിടെ അടുത്ത് പറയാ. പറയാതെ വരാൻ വേണ്ടി ഒന്നാണ് പറഞ്ഞു. പരിശോധനയിലേക്കും നടപടികളിലേക്കും കടക്കും. പാർട്ടി പേപ്പറും കൊണ്ട് നടക്കണം. മേമ പാർട്ടി പേപ്പർ ഇവിടെ, മേമ പാർട്ടി പേപ്പർ ഇവിടെ.
എന്താ വേണ്ടേ? ബാ ഇവിടെ കഴിച്ചിട്ടാണ് പാർട്ടി പപ്പർ ഡബു മേമന്റെ മേത്തൊക്കെ ഉണ്ട്. അച്ഛനും ഓഫാക്കി വെച്ചോളി. അത്രയ്ക്ക് ഹലോ ഗൈസ്, ഏട്ടാ ഉറങ്ങിന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും എടുത്തില്ല, പെട്ടെന്ന് ബഹളമൊക്കെ ഞങ്ങൾ നല്ലോണം ലേറ്റായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വേഗം ഇറങ്ങി പോകുന്നു കേട്ടോ. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്താലും ലേട്ടാ അടിപൊളിയായില്ലേ? നമ്മൾ വിചാരിച്ചത് തന്നെ ആയിട്ടുള്ളൂ, അല്ലാണ്ട് ആർഭാടൊന്നും ആക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് അവർക്കൊരു ചെറിയ സർപ്രൈസ്. അവരെ മനസ്സിലൊരു അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ, ചേച്ചിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ചെറുപ്പമായിരുന്നു. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ബായ്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ് ബൈ. സി യു. ഞാൻ 25 അമ്പടു ഇതാ ഉറങ്ങിയിട്ടോ. അമ്പടു ഞങ്ങൾ നേരെ വീട്ടിലേക്കൊക്കെ പോയി. അവിടുന്ന് ഓനവിടെ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ ഓരോ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ബായ്.